പെണ്ണുങ്ങളൊക്കെ പരിപാടി എന്താണ്? പഴയ പൊന്നു കൊണ്ടുപോയിട്ട് ജ്വല്ലറി കൊടുത്തിട്ട് പുതിയ പൊന്നിന് വാങ്ങും. പഴയ പൊന്നു കൊടുത്തിട്ട് പുതിയ പൊന്ന് വാങ്ങുക. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പഴയ 10 പവനാണോ കൊടുത്തത്, എന്നാൽ പുതിയ 10 പവനാണ് കിട്ടുമോ? എന്നാൽ കുഴപ്പമില്ല. അതിപ്പോൾ എങ്ങനെ കിട്ടുക? നിങ്ങൾക്ക് എന്താ തലക്ക് സുഖമല്ലേ? എന്നാൽ വേണ്ട. എന്നാൽ പിന്നെ അതിനുള്ള വഴി എന്താ ഇസ്ലാം പറഞ്ഞത്? നിങ്ങളെ 10 പവൻ ജ്വല്ലറിയിലാണ് കൊടുക്കുക, തൂക്ക് എന്ന് പറയാം. സെയിൽസ്മാൻ തൂക്കട്ടെ, തൂക്കിയിട്ട് ഇങ്ങനെ റേറ്റ് കണക്കാക്കി എത്ര അതിൻ്റെ സംഖ്യ, ഇത്ര കാശാണ്, ആ കാശിന് വാങ്ങുക. ആ കാശിന് വാങ്ങി കൈപ്പറ്റിയിട്ട് പറയാം, ഇനി എനിക്ക് ആ ചെയിൻ വേണം, ഈ വള വേണം, ഈ കമ്മൽ വേണം, അതാണ് വാങ്ങിക്കോ, തൂക്കിക്കോ, വിലയാണ് കൊടുത്തോ, ഒരു പ്രശ്നമല്ല. എന്താ അത് ചെയ്യാനൊരു മടി? എന്താ അത് ചെയ്യാനൊരു പ്രയാസം? അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പൊന്നും പുതിയ പൊന്നും കൂടി വാങ്ങുന്ന ഇടപാട് നല്ലോണം നടക്കുന്നുണ്ട്. അത് പൊന്നും തമ്മിൽ കൈമാറുകയാണെങ്കിൽ ഈ നിയമമൊക്കെ ബാധകമാവും. അതല്ലയോ നിങ്ങൾ പഴയ പൊന്ന് കൊടുത്തിട്ട് അതിൻ്റെ വില കൈപ്പറ്റി അത് ബില്ല് എഴുതിയിട്ട് വെച്ചാൽ പോരാ. അത് ബില്ല് എഴുതി വെച്ചാൽ പോരാ. പണ്ഡിതന്മാരോട് പറയേണ്ടത് ബില്ല് എഴുതിയോണ്ട് കാര്യമായില്ല. നിങ്ങൾ പൈസയാണ് വാങ്ങിക്കോ, പൈസയാണ് വാങ്ങിയിട്ട് ഇനി അടുത്തത് പുതിയ പൊന്നെടുക്കുക, ഇതാ അതിൻ്റെ വില. അങ്ങനെയുള്ള ഇടപാടാണ് അതിൽ നടത്തേണ്ടത്. സ്വർണ്ണക്കുറികളിൽ നിന്ന് ജ്വല്ലറികൾ നടത്തുന്ന അധിക സ്വർണ്ണക്കുറികളിലും നമ്മളെ പെങ്ങന്മാർ, പെണ്ണുങ്ങൾ, ഭാര്യമാർ, എല്ലാ സഹോദരിമാരും ഇന്ന് അതിൽ കൂടിയിരിക്കുകയാണ്. ഒക്കെ പ്രശ്നം എന്താണ്? ഇസ്ലാം നിശ്ചയിച്ച ആ കച്ചവടം ഹലാലാകണമെങ്കിൽ അതിന് പറഞ്ഞിട്ടുള്ള 3 നിബന്ധനകളും ഇവിടെ പൊളിച്ചു കളയണം. 3 നിബന്ധനയും പൊളിച്ചു കളയണം. കൈമാറ്റം നടക്കുന്നില്ല, അപ്പളക്കപ്പള കൈമാറുന്നില്ല. പിന്നെ അവർ നിശ്ചയിക്കുകയാണ്, ഒന്നുകിൽ ആദ്യം പൊന്ന് കൈപ്പറ്റും, പണം പിന്നെ കൊടുക്കും, അല്ലെങ്കിൽ ആദ്യം പണം ഡെപ്പോസിറ്റും, പൊന്ന് പിന്നീട് കൈപ്പറ്റും. ഈ രീതിയിലൊന്നും ആ മേഖലയിൽ പാടില്ല. അത് ഇസ്ലാമിൻ്റെ കൃത്യമായ നിയമമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്.